ഹായ് എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് കമ്പനീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് കമ്പനി, അതുപോലെ തന്നെ കമ്പനിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെയിം ചാപ്റ്റർ, ഫസ്റ്റത്തെ ചാപ്റ്റർ തന്നെയാണ്, അതിൻ്റെ ബാക്കി കൈൻഡ്സ് ഓഫ് കമ്പനീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൈൻഡ്സ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് 7 തരത്തിലാണുള്ളത്. ഫസ്റ്റത്തത് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, on the basis of liability, on the basis of number of members, on the basis of ownership, on the basis of control, on the basis of nationality, അതുപോലെ തന്നെ അതർ ഫോം ഓഫ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് കൈൻഡ്സ് ഓഫ് കമ്പനീസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനാണ്. ഈ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷന് മൂന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് വൺ രജിസ്റ്റേർഡ് കമ്പനി, രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, മൂന്നാമത്തത് ചാർട്ടേഡ് കമ്പനി. ഇങ്ങനെയാണ് അതിനെന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനിയും എന്താണ് പറയുന്നത്, രജിസ്റ്റേർഡ് കമ്പനി എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ എക്സാമ്പിളായിട്ട് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കമ്പനി, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് നമ്മുടെ റെയിൽവേ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി. ഇതൊക്കെ ആ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ അണ്ടറിൽ എക്സാമ്പിളായിട്ട് വരുന്ന കമ്പനികളാണ്. ദെൻ മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് ചാർട്ടേഡ് കമ്പനിയാണ്. ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു റോയൽ ചാർട്ടേഡിൻ്റെ ആ ഒരു റൂൾ പ്രകാരം നിയമിച്ചിട്ടുള്ള കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് സ്പെഷ്യലായിട്ടുള്ള റൈറ്റ്സും ഡ്യൂട്ടീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ചാർട്ടേഡ് കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാർട്ടേഡ് കമ്പനിയിലെ എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബ്രിട്ടീഷ് സൗത്ത് ആഫ്രിക്ക കമ്പനി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാർട്ടേഡ് കമ്പനിയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയാണ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നത്. മൂന്നെണ്ണം വരുന്നുണ്ട്: ചാർട്ടേഡ് കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞത്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടിന് വേണ്ടിയിട്ട്, സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. എക്സാമ്പിൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ റെയിൽവേ. ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ എക്സാമ്പിളാണ്. ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അങ്ങനെയുള്ള കമ്പനികൾക്ക് സ്പെഷ്യലായിട്ടുള്ള റൈറ്റ്സും ഡ്യൂട്ടീസൊക്കെ ഉണ്ടായിരിക്കും. ദെൻ രണ്ടാമത്തെ കൈൻഡ്സാണ് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയുടെ അണ്ടറിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി, അതുപോലെ തന്നെ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസാണ്. അപ്പോൾ ആ ഒരു കമ്പനിയിലെ അണ്ടറിൽ ഒരു കമ്പനി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കമ്പനിയിലെ അണ്ടറിലുള്ള മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ഷെയർസിനനുസരിച്ചിട്ടുള്ള ലയബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് രണ്ടാമത് പറയുന്നത് എന്താണ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റിയാണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടായിരിക്കും. ആ എമൗണ്ടിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ദെൻ മൂന്നാമത് പറയുന്നത് അൺലിമിറ്റഡ് കമ്പനിയാണ്. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, ലിമിറ്റഡ് ആയിരിക്കില്ല, നോൺ ലിമിറ്റ് ആയിരിക്കും അവിടുത്തെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഓൺ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി, അതുപോലെ തന്നെ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സാണ്. ഇത് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള
ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. 3ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്പർ ഓഫ് മെമ്പേഴ്സ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1 പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഏകദേശം പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനിയൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 2 ആൾക്കാരെ വെച്ചിട്ട്, 2 പേഴ്സണെ വെച്ചിട്ട് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. അവിടെ മാക്സിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആയിരിക്കും. അങ്ങനെയുള്ള കമ്പനീസാണ് പ്രൈവറ്റ് കമ്പനി ആയിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 7 മെമ്പേഴ്സ് വെച്ചിട്ട് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അതൊരിക്കലും പ്രൈവറ്റ് കമ്പനി അല്ല. ആ ഒരു പബ്ലിക് കമ്പനിയുടെ മാക്സിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh ആയിരിക്കും. ദെൻ 3ാമത്തെ ക്ലാസിഫിക്കേഷനാണ് 1 പേഴ്സൺ കമ്പനി. 1 പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്, അതായത് ഒരാൾ വെച്ചിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് 1 പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. അവിടെ അസറ്റ് അല്ലെങ്കിൽ അതായത് ക്യാപിറ്റൽ എടുക്കുന്നതും ലയബിലിറ്റി മാനേജ് ചെയ്യുന്നതും ഡയറക്ടറും ഓണറും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരാൾ തന്നെ ആയിരിക്കും. അങ്ങനെ ഉള്ള കമ്പനികളാണ് 1 പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രിവിലേജസ് ആണ്. അതായത് ഇപ്പോൾ നമ്മളെ ടെക്സ്റ്റിൽ പുതിയൊരു വേർഡാണ് കൊടുത്തിരിക്കുന്നത്, പ്രിവിലേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. അപ്പോൾ പ്രിവിലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് നമ്മൾ അഡ്വാൻറ്റേജ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് വരുന്നത്. നമുക്ക് എക്സാമിന് ഒന്നല്ലെങ്കിൽ പ്രിവിലേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനി എന്നും ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജ് ആണ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത് നോക്കാം. പ്രൈവറ്റ് കമ്പനിയിൽ എന്ത് ചെയ്യണം, നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2ാമത്തെ പോയിൻ്റ് ഓൺലി 2 ഡയറക്ടേഴ്സ്, 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ അവിടെ പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്യണമെന്നില്ല. അതായത് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് 2ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റ്സിൽ പ്രധാനമായിട്ടും 3 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, മെമ്മോറാണ്ടം, ആർട്ടിക്കിൾ, പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതിലെ 3ാമത്തെ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള പ്രോസ്പെക്റ്റ് കമ്പനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇഷ്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഷെയർസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് കമ്പനിയിൽ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നടത്തിക്കൊള്ളുന്നില്ല. ഒരു പ്രൈവറ്റ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് കമ്പനിയിൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്ന് ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ, പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അടുത്തത് 1 പേഴ്സൺ കമ്പനിയുടെ പ്രിവിലേജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരാളായിരിക്കും, ഡയറക്ടർ എന്ന് പറയുന്നത് ഒരാളായിരിക്കും. അതുപോലെ തന്നെ മറ്റെല്ലാ കമ്പനിയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആനുവൽ ജനറൽ മീറ്റിങ്ങും ബോർഡ് മീറ്റിങ്ങും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 1 പേഴ്സൺ കമ്പനിയിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഒരാളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഓൺലി ഒരു ഓണർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ തന്നെ 1 പേഴ്സൺ കമ്പനിക്ക് പെട്ടെന്ന് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ സാധിക്കും, കാരണം ഒരാളുടെ അഭിപ്രായം മാത്രം നോക്കിയാൽ മതി. അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആരാണോ ഓണർ അവർ തന്നെയാണ് ആ ഒരു ലയബിലിറ്റി മാനേജ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് 1 പേഴ്സൺ കമ്പനിയുടെ പ്രിവിലേജസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗവൺമെൻറ് കമ്പനിയും നോൺ ഗവൺമെൻറ് കമ്പനിയും. അപ്പോൾ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അറ്റ്ലീസ്റ്റ് 51% ഷെയർസ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൈവറ്റ് കമ്പനീസാണ് നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിനെ ഓണറായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോളിൻ്റെ ബേസിസിലാണ്. കൺട്രോളിൻ്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഹോൾഡിംഗ് കമ്പനിയും അതുപോലെ തന്നെ സബ്സിഡറി കമ്പനിയും. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ
ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു കമ്പനിയുടെ, അതായത് സബ്സിഡറി കമ്പനിയുടെ ഒരു 50% അല്ലെങ്കിൽ എബോവ് ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏത് കമ്പനിയാണോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കമ്പനീനെയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് സബ്സിഡറി കമ്പനിയാണ്. സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു കമ്പനി, ആ ഒരു കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി ഒരു കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് കമ്പനിയുടെ ഷെയർ ആണോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കമ്പനീനെയാണ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. നമുക്കൊന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 2 കമ്പനീസ് ഉണ്ട്, എ ലിമിറ്റഡ് അല്ലെങ്കിൽ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് 2 കമ്പനീസ് ഉണ്ട്. അതിൽ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ബി ലിമിറ്റഡിൻ്റെ 51 അല്ലെങ്കിൽ 51% ഓഫ് ഷെയറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, എ ലിമിറ്റഡ് കമ്പനി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് എ ലിമിറ്റഡും ആരുടെ ഷെയറാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഷെയറാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത് ബി ലിമിറ്റഡ് കമ്പനി ആയിരിക്കും. ഇതാണ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോളിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അടുത്തതായിട്ട് നാഷണാലിറ്റിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 2 രീതിയിലാണ്. ഒന്ന് നാഷണൽ കമ്പനി എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ നാഷണൽ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കമ്പനി തന്നെ, ഇന്ത്യയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കമ്പനീസാണ് നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇന്ത്യക്ക് പുറത്തായിരിക്കും അതിൻ്റെ അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തായിരിക്കും. അങ്ങനെയുള്ള കമ്പനീസാണ് ഫോറിൻ കമ്പനീസ് എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഈ ലാസ്റ്റത്തെ ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നത് അതർ ഫോം ഓഫ് കമ്പനിയാണ്. അപ്പോൾ അതർ ഫോം ഓഫ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനീസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കമ്പനി പറയുന്നത് സ്മോൾ കമ്പനിയാണ്. സ്മോൾ കമ്പനി എന്ന് പറയുമ്പോൾ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. ആ പ്രൈവറ്റ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 crore അതുപോലെ തന്നെ കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് എന്താണ്, 100 crore ആയിരിക്കും. അങ്ങനെയുള്ള കമ്പനികളാണെങ്കിൽ അതിനെയാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. ഇതിനടുത്ത് പറയുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പുതിയൊരു ഐഡിയാസുമായിട്ട് തുടങ്ങുന്ന കമ്പനിയാണ് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്നൊരു ഹൈ ലെവലിലേക്ക് എത്തുക, അല്ലെങ്കിൽ പെട്ടെന്ന് കമ്പനിയുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഗോള് വെച്ചിട്ടൊരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുന്നത്. അതായത് പുതിയ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനിയാണ് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നതാണ് ഡിഫൻറ്റ് കമ്പനിയും അതുപോലെ തന്നെ 2 കമ്പനിയുണ്ട്. ഡിഫൻറ്റ് കമ്പനിയും അതുപോലെ തന്നെ ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഡിഫൻറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ ലാസ്റ്റത്തെ 2 ഫിനാൻഷ്യൽ ഇയറിൽ പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻസ് ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിഫൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫൻറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ആക്ട് പ്രകാരമുള്ള രജിസ്റ്ററിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്പനിയുടെ പേരൊക്കെ നീക്കം ചെയ്യുന്നുണ്ട്, പേരെന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കമ്പനിയാണ് ഡിഫൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഡോർമെൻറ്റ് കമ്പനിയാണ്. ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഫൻറ്റ് കമ്പനീനെ പോലെ തന്നെ ലാസ്റ്റത്തെ 2 ഫിനാൻഷ്യൽ ഇയറിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല. എന്നാലും കമ്പനിയുടെ രജിസ്റ്ററിലും കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ബിസിനസ് ഇല്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, നിയമപരമായിട്ട് ബിസിനസ് നിലനിൽക്കുന്ന അവസ്ഥയാണ് ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൻറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓൾറെഡി അതായത് വൈൻഡിങ് അപ്പ് ചെയ്തിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്ററിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഡിഫൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ നിയമപ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനിയാണ് ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അപ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീനെയാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നതാണ് അസോസിയേറ്റ് കമ്പനി. അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു കമ്പനീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനിയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സബ്സിഡറി കമ്പനി ആണെന്ന് വിചാരിക്കും. പക്ഷെ അതിനൊരിക്കലും എന്ത് പറയുന്നില്ല, സബ്സിഡറി കമ്പനി എന്നുള്ളൊരു മീനിങ് അതിന് വരുന്നില്ല. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ കമ്പനി. പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ, പ്രോസസ്സിങ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഇങ്ങനെയുള്ള കാര്യത്തിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനികളാണ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് അസോസിയേറ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്. അസോസിയേറ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് എന്താണ്, മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റോട് കൂടിയിട്ടാണ് ഒരു കമ്പനി എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് പുറമെ പ്രോഫിറ്റിൻ്റെ അപ്പുറം ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു കമ്പനി പ്രവർത്തിക്കുന്നതിനെയാണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിൽ പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രജിസ്റ്റേർഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, ചാർട്ടേഡ് കമ്പനി. അടുത്തത് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി. പിന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1 person കമ്പനി. പിന്നെ അതിൻ്റെ പ്രിവിലേജസും കാര്യങ്ങളാണ്. പിന്നെ ഓണർഷിപ്പിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് കമ്പനി, നോൺ ഗവൺമെൻറ് കമ്പനി. അതുപോലെ തന്നെ കൺട്രോളിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി. ദെൻ നാഷണാലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നാഷണൽ കമ്പനി, അതുപോലെ തന്നെ ഫോറിൻ കമ്പനി. ദെൻ ഇതൊന്നും കൂടാതെ അതർ ഫോം ഓഫ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമ്പനിയുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ വരുന്നതാണ് സ്മോൾ കമ്പനി, സ്റ്റാർട്ടപ്പ് കമ്പനി, ഡിഫൻഡ് കമ്പനി, ഡോർമെൻറ്റ് കമ്പനി, ലിസ്റ്റഡ് കമ്പനി, അസോസിയേറ്റ് കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി, അതുപോലെ തന്നെ അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് കൈൻഡ്സ് ഓഫ് കമ്പനിയിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ 2 ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ 2 ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.